മണ്ണൂർ കമ്പിപ്പടിയിൽ റബ്ബർ ഷീറ്റും അടക്കയും കുരുമുളകും മോഷ്ടിച്ച സംഭവത്തിൽ സൈനികനെ ശ്രീകൃഷ്ണപുരത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മണ്ണമ്പത്ത് റോഡിലെ വ്യാപാര സ്ഥാപനത്തിലാണ് മോഷണം മുതൽ വിൽപ്പന നടത്തിയത്. വടശ്ശേരി സ്വദേശി 30 വയസ്സുള്ള അരുണിനെയാണ് മങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. വേങ്ങശ്ശേരിയിലെ ഹരീഷ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ കടയുടെ പൂട്ടുപൊളിച്ചാണ് ഇയാൾ റബ്ബർ ഷീറ്റും അടക്കയും കുരുമുളകും മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. മോഷ്ടിച്ചെടുത്ത സാധനങ്ങൾ ശ്രീകൃഷ്ണപുരത്തെ മണ്ണമ്പറ്റ് റോഡിലെ പ്രസാദിന്റെ ഉടമസ്ഥതയിലുള്ള NA ട്രേഡേഴ്സ് എന്ന വ്യാപാര സ്ഥാപനത്തിലാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നത്. അതിൽ 249 കിലോ റബ്ബർ ഷീറ്റ്, 5 കിലോ കുരുമുളക്, 8 കിലോ അടക്ക എന്നിവയാണ് ഉണ്ടായിരുന്നത് എന്ന് കടയുടമ പ്രസാദ് പറഞ്ഞു. 50,000 രൂപ അരുണിന് ഗൂഗിൾ പേ വഴി നൽകുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഈ റബ്ബർ ഷീറ്റ് രാവിലെ ഒരു 8-9 മണിക്കൂറില്ല തോന്നുന്നു, ഏതാണ്ട് സമയം കറക്റ്റ് അല്ല പറയുന്നത്. ആ സമയത്ത് മൂപ്പര് കടക്കാരുടെ റബ്ബർ ഷീറ്റ് കൂടെ കൊണ്ടുവന്നാണ്. അതിൻ്റെ തെളിവെടുപ്പായിട്ട് പോലീസുകാർ ഇവിടെ വന്നതാണ്. അപ്പോൾ 20 സൈഡ് തിരിച്ചെടുത്ത് പോലീസുകാർ കൊണ്ടുവന്നു. ഏകദേശം എത്ര രൂപ സാധനം ഉണ്ടായിരുന്നു? 50,000 രൂപ. അത് ഇവിടെ വിൽക്കുകയാണോ ചെയ്തത്? അത് അങ്ങോട്ട് ഇവിടെ തരാണ് ചെയ്തത്. വിൽക്കാൻ വേണ്ടി തന്നാണ്. അപ്പോൾ ചേട്ടൻ ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? അത് ഫണ്ട് തിരിച്ചു കിട്ടിയോ? അവധി കഴിഞ്ഞ് അരുണാചൽ പ്രദേശിലെ പട്ടാള ക്യാമ്പിലേക്ക് മടങ്ങാനിരിക്കെയാണ് പ്രതി പിടിയിലായത്. സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇത് മറികടക്കാനാണ് മോഷണം നടത്തിയതെന്നുമാണ് അരുൺ പോലീസിനോട് പറഞ്ഞത്. ഞങ്ങൾ മങ്കര പോലീസ് സ്റ്റേഷനിൽ കമ്പനിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് റബ്ബർ ഷീറ്റ്, കുറച്ച് കുരുമുളക്, അടയ്ക്ക എന്നുള്ള സാധനങ്ങൾ മോഷണം പോയത്, അതിൻ്റെ റിക്കവറി ആയിട്ട് ബന്ധപ്പെട്ട് വന്നാണ്. ഇവിടെ മണ്ണമ്പറ്റ ഒരു കടയിൽ ആ സാധനങ്ങളെല്ലാം റിക്കവറി ചെയ്തു കൊണ്ടുവരുന്നത്. മങ്കര പോലീസ് SI ഉദയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശ്രീകൃഷ്ണപുരത്തെത്തി തെളിവെടുപ്പ് നടത്തിയത്. CCN കടമ്പഴിപ്പുറം.